തുടരും. തുടർന്നോട്ടെ. തീർച്ചയായും ഇതുപോലെയുള്ള നല്ല സിനിമകൾ ഇനിയും വരട്ടെ. ട്രെയിലർ കണ്ട് വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കാതിരുന്നു. പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്നത് കൊണ്ട് കണ്ടതാണ്. നല്ല സിനിമ, ചെറിയ സിനിമ. ആദ്യത്തെ കഥാപരിസരം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്കാണ് സിനിമ. ആ കഥ എന്താണെന്ന് ഒരു സ്പോയിലർ അലേർട്ട് വെച്ച് പോലും പറയുന്നില്ല, കണ്ടോളുക. ഈ സിനിമ നിങ്ങളെ ഇമോഷണലാക്കും, ത്രില്ലടിപ്പിക്കും, സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഇതൊരു ആക്ഷൻ മൂവി അല്ലാഞ്ഞിട്ട് കൂടി 2 അടിപൊളി ഫൈറ്റ് സീൻസ് ഉണ്ട്. മോഹൻലാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി അന്യായം. ഒരു കാവിമുണ്ടും ഷർട്ടും ഇട്ട് അടിച്ച് നിരത്തി കളയുകയാണ്. മറ്റേ പിർസിന്തായും കോട്ടുമല്ല വേണ്ടത് എന്ന് പറയാതെ വയ്യ. മോഹൻലാലിലെ ആക്ടറും എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. പണി അറിയാവുന്നവൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇപ്പോഴും ഒരു 1.5 മോഹൻലാൽ തിരിച്ചു വരും. മോഹൻലാൽ ശോഭന കോംബോ കൊള്ളാം. എടുത്തു പറയേണ്ട ക്യാരക്ടർ CI ജോർജ് സാർ. പ്രകാശ് വർമ്മ എന്നാണ് ആളുടെ പേര്. ഇദ്ദേഹമാണ് ഈ സിനിമയുടെ കാതൽ. അതുപോലെ ബിനു പപ്പു. ഈ പ്രകാശ് വർമ്മയെ ഇനി പിടിച്ച് തുടരെ കാസ്റ്റ് ചെയ്ത് വെറുപ്പിക്കാതിരുന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. സംവിധായകൻ തരുൺ മൂർത്തി ചെറിയൊരു സിനിമ കൊണ്ട് ലാലേട്ടനെ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എണ്ണി പറഞ്ഞാലോ പൊക്കിയടിച്ചാലോ സിനിമ കാണുന്നവരുടെ രസം അപ്പാടെ അങ്ങ് പോകും. PR വർക്കും തള്ളുമൊന്നുമില്ലാതെ നല്ലൊരു സിനിമയാണ് തുടരും. നെഗറ്റീവ് അടിച്ച് മടുത്തപ്പോൾ പോസിറ്റീവ് പറയാൻ കിട്ടിയതിൽ അതിയായ സന്തോഷം. ഇനിയും പണിയറിയാവുന്നവർ വരട്ടെ. നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ ലഭിക്കട്ടെ.